السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله. സൂറത്തുൽ മുംതഹിനയിലെ 12ാമത്തെ വചനമാണ് നമ്മൾ പാഠമായി എടുത്തിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഅനക അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ يبايعنك على ألا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم. ഈ ആയത്തിൽ ആദ്യമായി നൂൻ മുഷദ്ദദ വന്നത് നമുക്ക് മനസ്സിലാക്കാം. അന്നബിയു ഔലാദഹുന്ന ഐദീഹിന്ന ഫബായഉഹുന്ന വഅർജുലിഹിന്ന ഫബായഉഹുന്ന വസ്തഗ്ഫിർ ലഹുന്ന. അതുപോലെ ഇന്ന, ഇത്രയും ഷദ്ദ് നൽകപ്പെട്ട നൂനുകളെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം. അടുത്തത് യാ അയ്യുഹ അലാ അല്ല. ഈ 2 ദീർഘങ്ങളും മുൻഫസിലായ ദീർഘങ്ങളാണ്. ദീർഘം നൽകൽ അനുവദനീയമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ഇദാ ജാഅക, ഈ ദീർഘം മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബ്, നിർബന്ധമായും ദീർഘിപ്പിച്ചു കൊള്ളണം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അല്ലാ യുശ്രിക്ന, അവിടെ സാക്കിന നൂനിന് ശേഷമുള്ള ലാമിൽ ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് ലയിപ്പിച്ചോതുക. ഷൈഅൻ വല, അവിടെ ഇദ്ഗാം ബി ഗുന്ന നാഖിസ്, വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. വലാ യസ്രിഖുന വലാ യഖ്തുൽന, ഈ 2 പദത്തിലെയും ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ചു ഉച്ചരിക്കണം. ബിബുഹ്താനി യഫ്തരീന, തൻവീനിനെ ഇദ്ഗാം ബി ഗുന്ന നാഖിസ് നൽകി ശേഷമുള്ള യായിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഫി മഅറൂഫിൻ ഫബായിഅ, മഅറൂഫിൻ എന്ന തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഫി മഅറൂഫിൻ ഫബായിഅഹുന്ന. ഗഫൂറുർ റഹീം, തൻവീനിനെ ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ നൽകി ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇത്രയും കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായി അക്ഷരങ്ങൾ ശരിയായ വിധത്തിൽ മൊഴിഞ്ഞുകൊണ്ട് ഓതുക. തഫ്ഖീം തർഖീഖ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഅനക അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ يبايعنك على ألا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن
ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم. السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ മുംതഹിനയിലെ അവസാനത്തെ വചനം 13-ാമത്തെ ആയത്ത് ഇന്ന് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളതാണ്. അതിൽ യാ അയ്യുഹല്ലദീന ആമനു, അവിടെ ദീർഘം നൽകൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടാം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞു വന്നത് എന്നാണ് അർത്ഥം. ഉദ്ദേശിക്കുന്നത് ഹർഫുൽ മദ് അഥവാ ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും 2 പദങ്ങളിൽ വേർപിരിഞ്ഞു വന്ന് ഖൗമൻ ഗദിബല്ലാഹ്, അവിടെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഖൗമൻ ഗദിബല്ലാഹ്. അലൈഹിം ഖദ് യഇസു, അവിടെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ അസ്ഹാബ്, സാക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഈ വചനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖൗമൻ എന്ന പദത്തിൽ ഖാഫ്, ഗാദിബ ഇതിൽ ഗൈന്, ദ്വാദിന് കസ്ര ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമേ ഉണ്ടാവുള്ളൂ. അള്ളാഹു എന്ന ഇസ്മുൽ ജലാല, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ നാമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അള്ളാഹ് എന്ന പദം, അതിലെ ലാമ്. ഖദ് യഇസു ഇതിൽ ഖാഫ്, മിനൽ ആഖിറ ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രമാണ്. അൽ കുഫാറു റാ, അസ്ഹാബ് സ്വാദ്, അൽ ഖുബൂർ ഖാഫ്, പിന്നെ അവസാനിപ്പിക്കുമ്പോൾ റാവും. ഇത്രയും അക്ഷരങ്ങളെ തഫ്ഖീം ചെയ്യണം. തഫ്ഖീം ചെയ്ത് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അല്ലാത്ത അക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കുകയും വേണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തഫ്ഖീം, തർക്കീഖ്, വേർതിരിവ് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം നന്നാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പിന്നീട് ഖദ് എന്ന് വന്നിട്ടുള്ള പദത്തിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കുകയും വേണം. ഓതി നോക്കാം. يا أيها الذين آمنوا لا تتولوا قوما غضب الله عليهم قد يئسوا من الآخرة كما يئس الكفار من أصحاب القبور. بارك الله فيكم.